ഇപ്പോ നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് AICC കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഇങ്ങനെയായി 10 ദിവസം കഴിഞ്ഞ് വൈകി പോവുകയാണ്. പിന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്നു, നാളെ അറിയാം. സത്യത്തിൽ അതല്ല, സത്യത്തിൽ ഇവിടെ ആരെ കുഴപ്പമുണ്ടാക്കിയത്? മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനുള്ളതാണെന്ന് നേരത്തെ തന്നെ ഒരു ധാരണയില്ലേ? അവിടെ ഒരാൾക്ക് പകരം 3 പേരായി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? ആവശ്യമില്ലാതെ അവരുടെ ഇടപെടലാണ് ഇതിന് പ്രധാനമായും ഇത് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഉണ്ടായിട്ടുള്ള ഈ തടസ്സം. ലീഗ് അടക്കം ഉള്ളവരെ തന്നെ ഞാൻ പറയുന്നു. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? കോൺഗ്രസിനുള്ളതാണെന്ന് പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ? അതിൽ ഇന്നാര് വേണം എന്ന് പറയാൻ ഘടകകക്ഷികൾക്ക് ആര് വന്നാലും സ്വീകരിക്കണ്ടേ അതിനകത്ത്? അതല്ലേ ഒരു മര്യാദ? അതിൻ്റെ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ഹൈക്കമാൻഡ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളോട് അഭിപ്രായം തേടി അത് സമ്മർദ്ദം ചെലുത്താൻ പാടില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ ഇവിടെ സമ്മർദ്ദം ചെലുത്തി. ഹൈക്കമാൻഡ് അതിൻ്റെ പേരിലാണ് ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം തേടിയത്. ഇപ്പൊ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയിട്ടുണ്ട് എന്നാണോ വിചാരിക്കുന്നത്? വഴങ്ങിയെന്ന് പറയാനൊക്കത്തില്ല, അല്ലെങ്കിൽ അത് ഇത്ര നീണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷെ അവരുടെ ഇടപെടൽ ഒരിക്കലും ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ ഈ തുടക്കത്തിലാണ് സ്ഥിതിയെങ്കിൽ ഈ ഘടകകക്ഷികളുടെ ഒരു അമിതമായ ഒരു ഇടപെടൽ ഭരണത്തിലടക്കം ഉണ്ടാവുമെന്നൊരു കണക്കൂട്ടലുണ്ടോ? അത് തീർച്ചയായിട്ടും ചിലരുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ തങ്ങളുടെ അധീനതയിൽ ഇതെല്ലാം ആകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ BJP അടക്കമുള്ള കക്ഷികളെ ഈ ലീഗ് ആണ് ഇനി ഭരിക്കാൻ പോകുന്നത്, മുസ്ലിങ്ങൾ ഭരിക്കും എന്ന തരത്തിലൊരു പ്രചരണം ഒരു മറുവശത്ത് ഈ BJP അടക്കമുള്ള കക്ഷികൾ മുസ്ലിങ്ങളാണ് ഭരിക്കാൻ പോകുന്ന ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഇടപെടല് അത് ഒന്നും കൂടി കുറച്ചുകൂടി അല്ല, അത് ഞാൻ ഇപ്പോഴേ കയറി പറയത്തില്ല. അത് ഭരണം കണ്ടിട്ട് പറയാം. ലീഗ് പ്രത്യേക VD സതീശൻ അടക്കം ലീഗ് പ്രത്യേക താല്പര്യം കാണിക്കുന്നതിന് എന്തെങ്കിലും ഒരു ദുരൂഹത വിചാരിക്കുന്നു? അല്ല, അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഘടകകക്ഷികൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച ഈ സ്ഥാനത്ത് പല 3 പേര് വന്നതുകൊണ്ട് അതിലാരെയും പിന്താങ്ങാനോ എതിർക്കാനോ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്നത് സംവിധാനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ തീരുമാനം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ആ പ്രശ്നം കൊണ്ടാണ്. ആ പ്രശ്നം കൂടെ കൊണ്ടാ. സതീശനടക്കമുള്ള ആരെങ്കിലും ഈ ലീഗിന്റെ അടുത്ത് പോയി വിലവേശി അവരെ പിന്തുണ ഉറപ്പായിരിക്കും അങ്ങനെ തോന്നുന്നു? അതൊന്നും തോന്നുന്നില്ല. എനിക്ക് കാണാത്ത കാര്യമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഘടകകക്ഷികളുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തീരുമാനം വരുവാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഘടകകക്ഷികളുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തീരുമാനം ഉണ്ടായെന്ന്